തൃശൂർ BJPയുടെ വോട്ട് ഷെയർ 37.80, തിരുവനന്തപുരം 35.52, ആറ്റിങ്ങൽ 31.64, ആലപ്പുഴ 28.30, പത്തനംതിട്ട 25.49. കേരള സംസ്ഥാനത്ത് BJPക്ക് ചില മണ്ഡലങ്ങളിൽ കിട്ടിയ വോട്ട് വിഹിതമാണ്. 2014-ലോ 2009-ലോ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു ഫിഗേഴ്സ് തിരുവനന്തപുരത്ത് ഒഴിച്ച് വേറെ എവിടെയും ഇമാജിൻ ചെയ്യാൻ പോലും കഴിയില്ല. ആറ്റിങ്ങലിൽ കഴിഞ്ഞ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് അവർക്ക് 2 ലക്ഷത്തിന്റെ സമീപത്ത് വോട്ട് വരുന്നു, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത്. ഇപ്പോൾ പത്തനംതിട്ട കഴിഞ്ഞ തവണ വേണമെങ്കിൽ ശബരിമല ഇമ്പാക്ട് എന്ന് പറയാം. ആലപ്പുഴ നോക്കൂ, കഴിഞ്ഞ തവണ 1,87,000 ആയിരുന്നു, ഇത്തവണ ഓൾമോസ്റ്റ് 3 lakhs, 3 ലക്ഷത്തിലേക്കാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അവരുടെ വോട്ട് ഉയർന്നത്. അത് BJPയുടെ വോട്ട് വിഹിതം ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് വളരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം വസ്തുതാപരമായി നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. അങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ത്? കേരളത്തിൽ ബൈപോളാർ പൊളിറ്റിക്സ് ആണ്. കാര്യം കുറെ പാർട്ടികൾ ഉണ്ടെങ്കിലും 2 മുന്നണികളായതുകൊണ്ട് ശരിക്കും ഇരുധ്രുവ രാഷ്ട്രീയം തന്നെയാണ്. അവിടെ മൂന്നാമതൊരു കക്ഷിക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമതൊരു കക്ഷി ആ സ്പേസ് ഉണ്ടാക്കി വരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ അവരുടെ വോട്ട് വിഹിതം ഉയർന്നത് കോൺഗ്രസിന്റെയോ UDFന്റെയോ ഒക്കെ കോസ്റ്റിലായിരുന്നെങ്കിൽ ഇപ്പോൾ LDFന്റെ ബേസ് വോട്ടിലേക്ക്, പ്രത്യേകിച്ച് പിന്നാക്ക ദളിത് വോട്ടിലേക്ക് BJP കൃത്യമായി കടന്നു കയറുന്നുണ്ട്. നിങ്ങളുടെ വോട്ട് ഷെയറിന് ഇറോഷൻ സംഭവിക്കുന്നുണ്ട് എന്ന വസ്തുത നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം ഞാൻ സംസാരിക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് കട്ടായിരുന്നു. കോൺഗ്രസിന്റെ പ്രതീതി പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്തത് എന്നതാണ്. ആരാണ് അംഗീകരിക്കാൻ തയ്യാറാകാത്തത്? ഇപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയും സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയും ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും എല്ലാം വന്നു. ഞങ്ങൾ ഈ ജനവിധി അംഗീകരിക്കുന്നു, ആഴത്തിൽ ഞങ്ങൾ ഈ ജനവിധി പരിശോധിക്കും, ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങൾ വരുത്തും, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ഞങ്ങൾ നടപ്പാക്കും, അതോടൊപ്പം തന്നെ പോരായ്മകൾ ഓരോന്നായി കണ്ടെത്തി അവ പരിഹരിക്കും, അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ അതിജീവിക്കും, ജനങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന തെറ്റിദ്ധാരണ തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും എല്ലാം പ്രസ്താവനയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ ജനവിധി അംഗീകരിക്കുമെന്നും ഏത് കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തുമെന്നും പരിശോധിക്കുമെന്നും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1977 ഞങ്ങൾ ഒറ്റ സീറ്റിൽ ജയിച്ചില്ല ഈ കേരളത്തിൽ. 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു 1980. അതുപോലെ 2019 ഞങ്ങൾക്ക് 1 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ടിംഗ് ശതമാനം കുത്തനെ താഴെ പോയി. ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് എല്ലാവരും ചോദിച്ചു. കൃത്യമായി 16 മാസങ്ങൾക്ക് ശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനിൽ 5 ഞങ്ങളാണ്. 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF ആണ്. 946 ഗ്രാമപഞ്ചായത്തിൽ 600 ഗ്രാമപഞ്ചായത്തും LDF ആണ്. ബ്ലോക്ക് മുനിസിപ്പാലിറ്റികൾ 5 തലത്തിലേക്കും ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വീണ്ടും 4 മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പായി 2021. ആ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റിൽ നിന്ന് 99ആയി ഞങ്ങൾ മാറി. ഏറ്റവും വലിയ വിജയം നേടി. 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറി. അതെന്താണ് അങ്ങനെ മാറാൻ കാരണം? 2019 ഉണ്ടായിട്ടുള്ള പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി കൂടുതൽ വിനയാന്വിതരായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരാജയ കാരണങ്ങൾ ഓരോന്നായി കണ്ടെത്തി പരിഹരിക്കാനും കുറവുകൾ കണ്ടെത്തി അവ നികത്തി ജനങ്ങൾക്കൊപ്പം നിന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള തിരിച്ചടി 2019 സമാനമായിട്ടുള്ള സാഹചര്യം, ഒരു സീറ്റ് മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. കുറവുകൾ ഞങ്ങൾ കണ്ടെത്തും, എവിടെയാണ് പോരായ്മ വന്നത് എന്ന് മനസ്സിലാക്കും, അവ പരിഹരിക്കാൻ കൃത്യമായി ഞങ്ങൾ ജനങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് അവ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും. പിന്നെ BJPയുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം, 16% വോട്ട് BJPക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ 4 മണ്ഡലങ്ങൾ, തൃശ്ശൂരായാലും ആറ്റിങ്ങലായാലും അതുപോലെ തന്നെ ആലപ്പുഴയായാലും പത്തനംതിട്ടയായാലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ വോട്ട് വർദ്ധിക്കാനുണ്ടായിട്ടുള്ള ശതമാനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ അതിനുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന ഞങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ കേന്ദ്ര നയങ്ങൾ ശരിക്കും സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ നന്നായി വോട്ടാക്കി മാറ്റാനും അത് ക്യാമ്പയിൻ ചെയ്യാനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവ പ്രതിരോധിക്കാൻ, അവ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ജനാധിപത്യ മതനിരപേക്ഷ മനസ്സിൽ വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ. കാരണം ഇത്തരത്തിൽ BJP വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടത് തന്നെയാണ്. അത് പൊതുസമൂഹം നടത്തും. ആ നടത്തുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷം അതിന്റെ പങ്ക് വഹിക്കും. അങ്ങ് ആദ്യം സൂചിപ്പിച്ചല്ലോ, തൃശ്ശൂര് 1 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. ഞങ്ങൾക്ക് 10-15,000 വോട്ട് കഴിഞ്ഞ 2019 2024 വന്നപ്പോൾ കൂടി. ഞങ്ങൾക്ക് 15,000 വോട്ട് കൂടുമ്പോഴും ഞങ്ങൾ തോറ്റു. ആ തോക്കാനുണ്ടായ കാരണം കോൺഗ്രസിന്റെ 1 ലക്ഷത്തോളം വോട്ടിൽ 2019 കണക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ അങ്ങനെയാണ്. 2021 കണക്കിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമ്മളിപ്പോ ഈ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോകുന്ന ചോദ്യം ചോദിക്കേണ്ടി വരും.